അമ്മയും കുട്ടികളെയും കൊടുക്കാണ്. രണ്ട് കുട്ടി. എന്ത് കുട്ടിയാണിത്? പിന്നെ ഇവര് രണ്ടുപേരും, ഒരാണും ഒരു പെണ്ണും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മദറാണ്. മുഖമൊക്കെ നല്ല അടിപൊളിയാണ്. പഞ്ച് അല്ലേ? ഇതാണോ പഞ്ച് ഫേസ് എന്നൊക്കെ പറഞ്ഞാൽ? അടിപൊളി. ഫേസ് നോക്കട്ടെ. മുഖം ഒന്ന് കാട്ടോ. നീ മേടിച്ചേ ഒന്ന് കാണിച്ച് നോക്ക്. കാട്ടെ, എല്ലാവരും പോകട്ടെ. ചെവിക്ക് കാണിക്കട്ടെ. എല്ലാവരും കാട്ടിയുടെ മുഖം നല്ല അടിപൊളി ഒരു പഞ്ച് ഫേസ് ഉള്ള. ഇതിന്റെ പേരെന്താ? ഹൈദരാബാദ് ബീറ്റിലാ? ഹൈദരാബാദ് ബീറ്റിന്റെ ഒരു പെൺകുട്ടിയാണ് കേട്ടോ. ഇത് പാല് കുടിക്കാനുള്ള അഭിപ്രായത്തിലാണ്. ഫാദർ ഇതിനും കൊടുക്കാനുള്ളതാണോ? വലിയ ബീറ്റിലാണ്. എന്ത് പ്രായമുണ്ട് ഇവക്കൊക്കെ? രണ്ട് പ്രസവിച്ചു. ഇനിയിപ്പോ ഈ കാണുന്ന 3 പേരോട് ഒരുമിച്ച് നമ്മൾ കൊടുക്കാനുള്ളതാണോ? അമ്മയും 2 കുട്ടികളും പെൺകുട്ടികളാണ്. എല്ലാരും ജനയാണ്. 3 പേരും ജനയാണ്. അടുത്ത ആരാ ഫാദർ? ഇതാണോ? സിരോഹി ഇനത്തിൽപ്പെട്ട നല്ലൊരു തള്ളയാടാണ്. തള്ളയാടും അതിന്റെ കുട്ടികളാണല്ലോ. 2 കുട്ടികളാണ്. ഫാദറെ നമസ്കാരം. കുറച്ച് നാളിന് ശേഷം വീണ്ടും നമ്മൾ എത്തിയേക്കാണ് ആട് ഫാമില്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അന്ന് വീഡിയോ ഒക്കെ ചെയ്തതിന് ശേഷം നല്ല വിശേഷം തന്നെ. നമ്മളെ കുറച്ച് ആടുകളൊന്നും മഴ വരുന്നുണ്ട്, മഴയൊക്കെ അറിയില്ലേ. അപ്പൊ അതല്ല, ഇതിന്റെ സ്മെല്ല് ഭയങ്കരമാണെന്ന് പറയാം. അടുത്ത് വീടുകളാണ്. ഈ ഒരു ആട് ഫാമിന് ഇപ്പുറത്തെല്ലാം വീടുകളാണ് കേട്ടോ. ഇതും വീടാണ്, താമസക്കാരാണ്. അപ്പൊ അവർക്കൊക്കെ ഇതിന്റെ സ്മെല്ല് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര. അപ്പൊ അതുകൊണ്ട് ആട് കുറെ അധികം ആടിന്റെ കൗണ്ട് ഒന്ന് കുറയ്ക്കുകയാണ്. അപ്പം കുറച്ച് ആടുകൾ കുറയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യമായിട്ട് കൊടുക്കുന്ന ആടിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ. നമ്മൾ കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ അത് കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞു നമ്മൾ കൊല്ലത്ത്? ഇത് കൊല്ലം ടൗണിലാണ്. തില്ലേരി കോളേജിന് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ നമ്മൾ എല്ലാ ജില്ലയിലേക്കും നമ്മൾ ഡെലിവറി അറേഞ്ച് ചെയ്ത് കൊടുക്കുമോ? നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടല്ലോ, പെറ്റ്സിൻ്റെ വണ്ടിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്ന ആടുകളൊക്കെ ഒന്ന് കാണിക്കൂ. ഏതൊക്കെ ആടുകൾ എങ്ങനെയൊക്കെയാണ് കൊടുക്കാൻ പോകുന്നത്? ഫാദർ നമ്മൾ ആദ്യമായിട്ട് കൊടുക്കാൻ പോകുന്ന ഏത് ആടിൻ്റെ കാര്യം പറഞ്ഞത്? ഇത് ബീറ്റിലാണ് അല്ലേ? ബീറ്റിൽ നല്ല ഫുൾ ബ്ലാക്കിൽ വരുന്നത്. അമ്മയും കൊടുക്കുവാണോ? അമ്മയും കുട്ടികളെയും കൊടുക്കുവാണ്. 2 കുട്ടി. എന്ത് കുട്ടിയാണിത്? ഇവര് രണ്ടുപേരും, ഒരാണും ഒരു പെണ്ണും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മദറാണ്. എത്ര പാല് കാണുമായിരിക്കും? 60 കിലോക്ക് മേലെ വെയിറ്റ് ഉണ്ട്. അവർക്ക് പാല് പിഴിയുന്നുണ്ട്. നമ്മള് പാല് കറന്നിട്ടില്ല. കുട്ടി കുടിക്കുകയാണ്. 2 കുട്ടികളും കുടിക്കുകയാണ്. വേറെ കുട്ടികളും പോയി കുടിക്കും. ഇത് 2 ബീറ്റിൽ തന്നെയാണ് അല്ലേ? അല്ല, ക്രോസ് ചെയ്യിപ്പിച്ചത് ബീറ്റിലെ കൊണ്ട് തന്നെയല്ലേ? ഇവിടുത്തെ വലിയ ബീറ്റിൽ ക്രോസ് ചെയ്തതാണ്. അപ്പൊ ഇതെങ്ങനെയാണ് ഫാദർ ഏകദേശം ഒരു വില നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് കിട്ടണ്ടേ? 35,000 എങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഫാദർ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അത് തള്ള ഒരു ബീറ്റിൽ നല്ല അത്യാവശ്യം സൈസിലുള്ളതാണ്. പിന്നെ 2 കുട്ടികൾ, ബീറ്റിൽ 2 കുട്ടികളുണ്ട്. ഇപ്പോഴാണ് പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അത്യാവശ്യം കുടിക്കാനുണ്ട്. ഇതിൻ്റെ കുട്ടികൾ മാത്രമല്ല, ബാക്കി കുട്ടികളെല്ലാം ചെന്ന് കുടിക്കുന്നതാണ് ഫാദർ പറയുന്നത്. ഫാദർ പിന്നെ നമുക്ക് ഏതൊക്കെയാണ് കൊടുക്കാനുള്ളത്? ഇത് വരുന്ന ഇതേത് ബ്രീഡാ? അത് ഹൈദരാബാദിൽ നിന്ന് ആടാണ്. ഇത് പ്രസവിച്ചാണ്. എങ്ങനെ അതിന്റെ ഡീറ്റെയിൽസ്? കുട്ടികളെ കൊടുത്തു. ഇപ്പം എങ്ങനെയാ, ചനയാണോ? ക്രോസ് ചെയ്യിപ്പിച്ച് നിർത്തിയേക്കാണ്. എത്ര നാളായി ക്രോസ് ചെയ്യിപ്പിച്ചിട്ട്? ക്രോസ് ചെയ്യിപ്പിച്ചിട്ട് 1 മാസമായി. ഇപ്പോഴും പാലുണ്ട് അല്ലേ? കുറച്ച് പാലുണ്ട്. എത്ര രൂപ അറിയത്തില്ല. ഇതെല്ലാം നടന്ന് കുടിക്കുകയാണ്. എന്ത് പ്രൈസ് കിട്ടിയാൽ കൊടുക്കും ഫാദർ നമ്മളത്? 20,000 രൂപ റേഞ്ചിൽ കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. പിന്നെ വേറെ ഏതൊക്കെയാണ് കൊടുക്കാനുള്ളത്? ഫാദർ ഇതിനും കൊടുക്കാനുള്ളതാണോ? വലിയ ബീറ്റിലാണ്. എന്ത് പ്രായമുണ്ട് ഇവക്കൊക്കെ? 2 പ്രസവിച്ചു. ഇപ്പൊ എങ്ങനെ ചനയായിട്ട് നിൽക്കുകയാണോ അതോ? ഇപ്പം ക്രോസ് ചെയ്യിച്ച് നിർത്തിയേക്കുന്ന അതിനെ കൊടുക്കാനാണോ? ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ 3 ഇതേപോലെ ബ്ലാക്ക് കുട്ടികളുണ്ട്. നിൽക്കുന്ന അതാണ് 3 ബ്ലാക്ക്. അതല്ലേ? അത് 3 അല്ലേ? ആ 3 ബ്ലാക്ക്. എന്ത് പെൺകുട്ടികളാണോ? 3 ബീറ്റലിന്റെ നല്ല അടിപൊളി ഫുൾ ബ്ലാക്കിലെ പെൺകുട്ടികളാണ്. 1 2 3 എണ്ണം. പിന്നെ തള്ള അതാണ്. തള്ള ക്രോസ് ചെയ്യിച്ചിട്ടുണ്ട്. ഇത് 3 4 എണ്ണത്തിന് എത്ര ഫാദർ ഉദ്ദേശിക്കുന്ന വില? 55,000 രൂപയാണ്. 3 അടിപൊളി പെൺകുട്ടികളാണ് ബീറ്റിന്റെ. അതുപോലെ അമ്മ അത്യാവശ്യം നല്ല വെയിറ്റ് ആണല്ലേ ഫാദർ? അത്യാവശ്യം നല്ല വെയിറ്റും കാണുന്നു. 65 കിലോളം ലൈവ് വെയിറ്റ്. ഏറ്റവും വലിയ ആളാണ്. ക്രോസ് ചെയ്തിട്ടുണ്ട്. എത്ര മാസമായിട്ടുണ്ട്? 1 മാസമായി ക്രോസ് ചെയ്തിട്ടുണ്ട്. 3 കുട്ടികൾക്ക് എന്ത് പ്രായമുണ്ട്?
3 മാസമായിട്ടുണ്ട്. അതിന് 55 രൂപയാണ് പ്രൈസ് റേഞ്ച്. ഈ ഒരു റേഞ്ചിൽ വാങ്ങാൻ താല്പര്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്താൽ ഫാദർ പറയുന്നത്. പിന്നെ അടുത്ത ഏതാണ് ഫാദറെ? പിന്നെ ഇതാണ്. ഇതെന്ത് ബ്രീഡാണ്? ഇത് ഹൈദരാബാദിയാണ്. അതിന്റെ കുട്ടികളാണത്? അതിന്റെ കുട്ടികളല്ല, പക്ഷെ അവരെല്ലാത്തിന്റെയും ഇങ്ങനെ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇതെന്താണ്? ഇതിപ്പം ചെനയാണോ? ചെനയാണ്. ചെന എത്ര മാസം? രണ്ടാമത്തെ പ്രസവത്തിന് 1.5 മാസം. രണ്ടാമത്തെ പ്രസവത്തിന് 1.5 മാസം ചെനയായിട്ട് നിൽക്കുന്നു. എന്ത് വില കിട്ടിയാൽ കൊടുക്കും ഫാദർ? നമ്മൾ അതൊരു 25 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 25 രൂപ ചോദിക്കുന്നു. അത് കുറച്ച് നെഗോഷ്യബിൾ ആണ്. പിന്നെ അടുത്ത ഏതാണ്? ഇനി അപ്പുറത്താണ്. അപ്പുറത്തെ വീട്ടുകാരല്ല, അവരൊന്നും പറയില്ല. ഇതിനകത്തുള്ളത് നമ്മൾ കൊടുക്കാനാണോ ഫാദറെ? ഇത് നല്ലൊരു കുട്ടിയല്ലേ ഫാദർ? അതിന് കൊടുക്കുന്നത് പ്രസവിച്ച ആളാണ്. എന്ത് കാളക്കുട്ടിയാ? അല്ല സോറി, എന്ത് ആണാണോ പെണ്ണാണ്? പെൺകുട്ടിയാണ്. എന്ത് ബ്രീഡ് ഇത്? ഇത് ഹൈദരാബാദ്. ഫാദർ ഇപ്പം പ്രസവിച്ച നല്ല അടിപൊളി ഒരു കുട്ടിയുണ്ടല്ലോ. ഇതെന്ത് കുട്ടിയത്? ഹൈദരാബാദിയുടെ പെൺകുട്ടിയാണല്ലേ? പെണ്ണാടുകുട്ടിയാണ്. കന്നിയാണോ ഇതിന്റെ അമ്മ? അമ്മയുടെ ആദ്യത്തെ പ്രസവമാണ്. ഒരു കുട്ടിയുള്ളതാണല്ലേ? ഇതെങ്ങനെ എന്താ വില കിട്ടിയാലും കൊടുക്കും ഫാദർ നമ്മള്? ഹൈദരാബാദ് 30,000 രൂപയാണ്. പെൺകുട്ടിയാണ്. നല്ല അടിപൊളി കന്നി ഒരു അമ്മയാണ്. 30,000 രൂപ റേഞ്ചിൽ കിട്ടുവാണെങ്കിൽ ഫാദർ കൊടുക്കും എന്ന് പറയുന്നത്. നല്ലൊരു മുഖമൊക്കെ നല്ല അടിപൊളിയാണ്. പഞ്ച് അല്ലേ? ഇതാണോ പഞ്ച് ഫേസ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി ലുക്കുള്ള ഒരു അമ്മയാണ്. നല്ല കളറാണ്. കുട്ടി അതിന് കുട്ടി നല്ല ഭംഗിയുണ്ട്. കാണിച്ചേ ഫേസ് കാണിച്ചേ. അല്ലെങ്കിൽ കാണട്ടെ, നോക്കട്ടെ. ഞാൻ എത്ര ദിവസമായി പ്രസവിച്ചിട്ട് ഫാദർ? 5 ദിവസമായിട്ടുള്ള. പാല് മൊത്തം അത് തന്നെ കുടിക്കുവാണോ നമ്മൾ കറക്കുന്നത്? ആദ്യത്തെ പ്രസവമാണ്. നമ്മൾ പാലെടുക്കുന്നില്ല, കുട്ടിക്ക് തന്നെയാണ് മൊത്തം കൊടുക്കുന്നത്. നല്ലൊരു പെൺകുട്ടിയാണ്. നോക്കട്ടെ, മുഖം നോക്കട്ടെ. നോക്കട്ടെ, അതന്നെ നോക്കട്ടെ. ഫേസ് നോക്കട്ടെ. മുഖം ഒന്ന് കാട്ടോ. നീ മേടിച്ചേ ഒന്ന് കാണിച്ച് നോക്ക്. കാട്ടെ, എല്ലാവരും പോകണ്ടേ? ചെവിക്ക് കാണിക്കട്ടെ. എല്ലാവരും കാട്ടിയുടെ മുഖം നല്ല അടിപൊളിയൊരു 5 ഫേസുള്ള. ഇതിൻ്റെ പേരെന്താ? ഹൈദരാബാദ് ബീറ്റിലാണ്. ഹൈദരാബാദ് ബീറ്റിൻ്റെ ഒരു പെൺകുട്ടിയാണ് കേട്ടോ. ഇത് പാല് കുടിക്കാനുള്ള അഭിപ്രായത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ അമ്മയാണ് നിൽക്കുന്നത്. അമ്മയെ കൂടെ നമ്മളൊരു 30,000 രൂപ കിട്ടുവാണെങ്കിൽ കൊടുക്കുന്നതാണ് ഫാദർ പറയുന്നത്. ഇതൊന്നും കെട്ടിയിട്ടില്ല, നമ്മൾ അഴിച്ചു തന്നെ ഇട്ടേക്കാണ് അല്ലേ അവരില്ല. ഇനിയിപ്പോൾ ഈ കാണുന്ന 3 പേരോട് ഒരുമിച്ച് നമ്മൾ കൊടുക്കാനുള്ളതാണ്. അമ്മയും 2 കുട്ടികളും പെൺകുട്ടികളാണ്. എല്ലാവരും ചെനയാണ്. അപ്പോൾ 3 പേരും ചെനയാണ്. 3 പേര്. അമ്മ എത്ര മാസം? അമ്മ 2 മാസം. പിന്നെ ആ ബ്രൗൺ 2 മാസം. മറ്റേത് 1 മാസം. ഓക്കെ, ഇത് 2 മാസം, അത് 1 മാസം, 2 മാസം. അവർ 2 പേർക്കും അമ്മയ്ക്കും ഈ ഒരു ബ്രൗണിന് ചെന കൺഫേം ആണ്. മറ്റേത് 1 മാസമായിട്ടുണ്ട്. 1 മാസമായിട്ടുണ്ട് ക്ലോസ് ചെയ്തിട്ട്. അപ്പോൾ ഇത് 3ഉം കൂടെ നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു വില എത്രയാണ് ഫാദർ? 3ഉം കൂടെ നമ്മൾ 60 രൂപയാണ് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ ആണ്. ഓക്കെ, അത് 3ഉം കൂടെ 60 രൂപയാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. നല്ല പാലുള്ള. ഇത് ഏത് ബ്രീഡ്? ഹൈദരാബാദ് വീട്ടിൽ നല്ല ഈ കുട്ടികളല്ലേ? ഈ ചനയായാലും ഇതിന്റെ പാല് കുടിക്കുന്നതാണ് പ്രത്യേകത. നല്ല പാലുള്ള ടൈപ്പ് ആളാണ്. അടുത്ത ആരാ ഫാദർ? ഇതാണോ? സിരോഹി ഇനത്തിൽപ്പെട്ട നല്ലൊരു തള്ളയാടാണ്. തള്ളയാടും അതിന്റെ കുട്ടികളാണല്ലോ. 2 കുട്ടികളാണ്. എന്ത് കുട്ടി? എന്തിന്റെ അത്? ഇത് വേറെ ബ്രീഡാണോ അതോ ബീറ്റിലാണ്? സിരോഹിയിൽ ബീറ്റിൽ ജനിച്ച 2 കുട്ടികളാണ്. ഇതെങ്ങനെ മൊത്തത്തിൽ കൊടുക്കാനാണോ ഫാദറെ? ഇപ്പൊ എന്ത് കുട്ടി? ആണാണോ അതോ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? ഒരാണും ഒരു പെണ്ണും. ഈ ബ്രൗൺ ഏതാണ്? ബ്രൗൺ പെണ്ണാണോ? ബ്രൗൺ പെണ്ണും. ഓക്കെ, ബ്രൗൺ പെണ്ണും ബ്ലാക്ക് ആണ്. അപ്പൊ സിരോഹിയില് ബീറ്റില് ജനിച്ചിട്ടുള്ള 2 കുട്ടികളാണ്. അപ്പൊ അമ്മ ഇപ്പം പാലുണ്ടോ? പാലുള്ള അമ്മ കറക്കുന്നുണ്ടോ?
നമ്മൾ കറക്കുന്നില്ല. കുട്ടികൾ കൂടുതൽ. ചനയാണോ അമ്മ? ചനയാണോ? ചെനയില്ല. ചനയില്ല. ഇപ്പൊ പ്രസവിച്ചിട്ട് എത്ര നാളായി? ഉണ്ടോന്ന് അറിയത്തില്ല. ആണതിന്റെ കൂടെ നടന്നോണ്ട്. പ്രസവിച്ചിട്ട് ഇപ്പൊ എത്ര നാളായിട്ടുണ്ട്? പ്രസവിച്ചിട്ട് 1.5-2 മാസം ആയതുള്ളൂ. 1-2 മാസം ആയിട്ടുള്ളൂ. ഇപ്പൊ എങ്ങനെയാ ഫുഡ് ഉദ്ദേശിക്കുന്ന വില നമുക്കിത്? ഉദ്ദേശിക്കുന്നത് 35 രൂപയാണ് 2 കുട്ടിക്കും അമ്മയ്ക്കും കൂടെ. ഈ ഒരു വില കിട്ടുവാണെങ്കിൽ കൊടുക്കുള്ളൂ. ഇതിന്റെ നെഗോഷ്യമില്ല. ഓക്കെ.